വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോമ്പൊക്കെ ആയി തുടങ്ങിയതുകൊണ്ട് തന്നെ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഡ്രിങ്ക് റെസിപ്പിയാണ്. ഇഫ്താറിനൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. കാണാനും ഭംഗിയാണ്, കുടിക്കാനും നല്ല ടേസ്റ്റാണ്. സാധാരണയായിട്ട് നമ്മൾ നാരങ്ങ വെള്ളമാണല്ലോ ഇഫ്താറിന് തയ്യാറാക്കുക. അപ്പോൾ നാരങ്ങ വെള്ളം തയ്യാറാക്കുമ്പം ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. കിടിലൻ ടേസ്റ്റാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തൊക്കെ ചേരുവകൾ ആവശ്യമുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രിങ്ക് വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് നേരിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് ഇതുപോലെ ചെയ്തെടുക്കണം. ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് തിന്നാക്കിയിട്ട് വളരെ നേരിയതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം, എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കസ്കസ് വേണം, കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, നിർബന്ധമില്ല. പിന്നെ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി ചൂടാക്കിയിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഞ്ചസാര അലിഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ഇതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ആവശ്യത്തിനുള്ള പഞ്ചസാര. പിന്നെ ഞാനിതിലേക്ക് ചെറുനാരങ്ങ, ഒരു 2 ചെറിയ ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത്, അത് ആവശ്യത്തിന് എടുക്കുക. നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ചിട്ടുള്ള ചെറുനാരങ്ങ എടുക്കുക. പിന്നെ നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്, അതും ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു രീതി ഒന്ന് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കുന്നൊക്കെ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സബ്ജ സീഡ് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം, പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നിർബന്ധമില്ല കേട്ടോ, ഇല്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഇനി നമുക്ക് ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് ഈ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കുറച്ച് വെള്ളത്തിൽ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട്, അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിപ്പയിലൂടെ അരച്ചെടുക്കണം. എന്നിട്ട് ആ ഒരു നീര് മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ വേണമെങ്കിൽ ചെറുനാരങ്ങ നീരും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നാകെ ജ്യൂസ് അടിച്ചെടുക്കാം, ക്യാരറ്റ് എല്ലാം കൂടി ചേർത്തിട്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് ആ ക്യാരറ്റിൻ്റെ ഒരു ഇത് തൊണ്ടയിൽ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ വെള്ളം തയ്യാറാക്കാം. നമ്മൾ സാധാരണ നാരങ്ങ വെള്ളം എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തണുത്ത വെള്ളം ഒരു ജഗ്ഗിലെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ബാക്കിയൊക്കെ ചേരുവകൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഈ വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നാരങ്ങയുടെ പുളിക്കൊക്കെ അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നാരങ്ങ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാരയും വെള്ളവും കൂടി മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ വരുമ്പോൾ നന്നായിട്ട് പഞ്ചസാര പെട്ടെന്ന് അലിയില്ല. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചുള്ള ക്യാരറ്റിൻ്റെ ആ ജ്യൂസ് മാത്രം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്യാരറ്റ് ഇങ്ങനെ ആക്കിയിട്ട് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാം, ഒരു ദിവസം മുമ്പൊക്കെ വെക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ഇഫ്താറിൻ്റെ സമയത്ത് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല സ്പെഷ്യലായിട്ടുള്ള നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഡ്രിങ്ക്സൊക്കെ തയ്യാറാക്കണമെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ അതേ ടേസ്റ്റില്ല. നാരങ്ങ വെള്ളം സ്പെഷ്യൽ ടേസ്റ്റാണല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ ഇനി എങ്ങനെ എന്ത് ചേർത്താലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കളർ മാത്രം വ്യത്യസ്തമാക്കിയിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. നമ്മൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ്. ചെറുനാരങ്ങയും ക്യാരറ്റൊക്കെ പ്രതിരോധശേഷി കൂട്ടാൻ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്.
അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു 4-5 ഗ്ലാസ്സിലേക്കുള്ള നാരങ്ങ വെള്ളമാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മുമ്പ് ഒരു 4 നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി കഴിഞ്ഞ വർഷത്തെ നോമ്പിന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു റെസിപ്പിയും കൂടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് ലൈം എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഇതാണ് ആ ഒരു വീഡിയോ. ഇതിൽ വ്യത്യസ്തമായ ടേസ്റ്റിലും കൂടി കളറിലും ടേസ്റ്റിലുമുള്ള നാരങ്ങ വെള്ളമാണ് അന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിൻഡ് കമൻ്റായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.